നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 മെയ് മാസത്തെ അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 10ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ഇത്തിരി കേന്ദ്ര സ്ഥാനത്ത് വ്യാഴം അവിടെ നിൽക്കുമ്പോൾ അത്ര ഒരു ഗുണപ്രദമല്ലെങ്കിലും ഭാഗ്യാധിപതിയായിരിക്കുന്ന ശുക്രൻ വ്യാഴത്തോട് യോഗം ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഗുരുശുക്ര യോഗം വന്നത് കാരണം കൊണ്ട് തന്നെ നല്ല ഗുണാനുഭവങ്ങൾക്ക് യോഗമുണ്ട്, ഭാഗ്യവർദ്ധനവിന് യോഗമുള്ള സമയമാണ്. പക്ഷേ കണ്ടകശനീൻ്റെ ഒരു ദോഷമുണ്ട്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വളരെ ഉത്സാഹവും അതുപോലെയുള്ള ശൗര്യമൊക്കെ ഉണ്ടാക്കുമെങ്കിലും പ്രവൃത്തിൻ്റെ കാര്യത്തിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതിരിക്കുക, പ്രതിഫലം കിട്ടാതിരിക്കുക, അതേപോലെ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ കൊണ്ടുള്ള മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമാണ്. ലഗ്നാൽ 6ൽ രാഹുവാണ്. അപ്പം ഉദര സംബന്ധമായിട്ട്, അടിവയറ് സംബന്ധമായിട്ടോ വൈറസ് ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗങ്ങളോ കാൽപാദത്തിന് വേദന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ചൊവ്വ സ്വക്ഷേത്ര ബലവാനാണ്. അതേപോലെ നിപുണായോഗമുണ്ട്, നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്, സംസാരം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ട് സാധിക്കും. അപ്പം ബിസിനസ്സുകാരെ സംബന്ധിച്ചൊക്കെ വളരെ നല്ല ഗുണമാണ് കാണുന്നത്. കാരണം കർമാധിപതി ഭാഗ്യസ്ഥാനത്താണ്, നിപുണായോഗം ചെയ്താണ് നിൽക്കുന്നത്. ചെയ്യുന്ന പ്രവൃത്തിയിൽ നിപുണത പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. എന്നാൽ കണ്ടകശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് അതിനൊരു പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രം നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്ന ശനി, കണ്ടകശനി ദോഷം ചെയ്ത് നിൽക്കുന്ന ആ ശനി, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്താൽ ആ സമയം വരുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു ബ്ലോക്ക് ഉണ്ടാക്കും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ശനീശ്വരൻ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത്. അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാൻ യോഗമുള്ള സമയമാണ്. അപ്പോൾ അത് കാരണം ചിലവ് നിയന്ത്രിക്കണം. കാൽപാദത്തിന് വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുകയും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യാം. അതേപോലെ തന്നെ കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. കാരണം വ്യാഴവും ശുക്രനും 4ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കാരണം കൊണ്ട് കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ്. എങ്കിലും വ്യാഴപ്പഴം ഉള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. സഹായ സ്ഥാനാധിപതി സ്വക്ഷേത്ര ബലവാനാണെങ്കിലും അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം, സഹോദര സ്ഥാനത്തുള്ളവരുടെ പെരുമാറ്റം, ഇതൊക്കെ മാനസികമായിട്ട് പൂർണ്ണമായിട്ടും അനുകൂലാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥന ഉണ്ടാകുക. അപ്പോൾ ഈ രീതിയിൽ പ്രാർത്ഥന, ക്ഷേത്ര ദർശനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് അത്തം നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.